ഹായ് ഫ്രണ്ട്സ്, ആരംഭം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. മൊക്കാര ഓർക്കിഡ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. മൊക്കാര ഓർക്കിഡ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ, നല്ല പ്ലാന്റ്സും നല്ല കളക്ഷൻസും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. മൊക്കാര ഓർക്കിഡ്സ് പലതും പല സൈസാണ് നമുക്കിപ്പോൾ വരുന്നത്. ചില പ്ലാന്റ്സുകൾ എല്ലാം കട്ടിങ്സ് ആണ്. നമുക്ക് ചില പ്ലാന്റ്സ് വളരെ ചെറിയ സൈസിലാണ് വരുന്നത്. അതൊക്കെ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതൊരു ചെറിയ സൈസാണ്. പിങ്ക് MRS എന്നുള്ളൊരു പ്ലാന്റ് സൈസാണ്. ഇവിടെയുള്ള വൈറ്റ് വാൾട്ടർ എന്നുള്ളതിൻ്റെ ഐഡിയ ആണ്. അങ്ങനത്തെ പ്ലാന്റ്സ് സൈസും വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് നീളമുള്ള ടൈപ്പ് റോസി പിങ്ക് എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് പലതും പല സൈസാണ് വരുന്നത്. ഇത് വന്നിട്ട് ബാങ്കൂട്ടിയാൻ യെല്ലോ എന്നുള്ളതിൻ്റെ ഒരു പ്ലാന്റ് സൈസാണ്. അപ്പോൾ ഇത് നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്രഷ് റൂട്ട്സ് ഒന്നും തന്നെ കാണണമെന്നില്ല. അതാ കണ്ടോ, ഇതിനകത്ത് മെയിനായിട്ട് റൂട്ട്സ് ഒന്നും ഇല്ല, എല്ലാം ഉണങ്ങിയ റൂട്ട്സാണ്. പക്ഷെ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് സൈഡിൽ നിന്ന് ഇതേപോലെ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രഷ് റൂട്ട്സ് ആയിട്ട് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. അതുകൊണ്ട് ഈ പ്ലാന്റ് ഹെൽത്തി അല്ല, പിടിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ കുറേ പേർക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവർക്ക് പോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുതിയ റൂട്ട്സും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താ കുഴപ്പമില്ല എന്ന് മനസ്സിലാവും. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് അയ്യോ ഇതിനകത്ത് ഫ്രഷ് റൂട്ട്സ് ഒന്നും ഇല്ലല്ലോ, ഇതെങ്ങനെ പിടിക്കുമെന്നൊക്കെ. പക്ഷെ മൊക്കാരയ്ക്ക് അതൊരു പ്രശ്നമല്ല. നമ്മളത് പോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല ഫ്രഷ് റൂട്ട്സ് സൈഡിൽ കൂടെയൊക്കെ പൊട്ടി വന്ന് നമ്മുടെ നമ്മളിപ്പോൾ മീഡിയമായിട്ടാണ് കരിയൊക്കെ ഇട്ടാണ് പോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്തേക്ക് പോട്ടിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. മൊക്കാര വളർത്താൻ ഭയങ്കര ഈസിയാണ്. കാരണം നല്ല എന്താ പറയുക, ബ്രൈറ്റ് ലൈറ്റാണ് മൊക്കാരയ്ക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ്. ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ഈ പോളി ഹൗസിലൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് ലീഫൊക്കെ മഞ്ഞിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം പതുക്കെ അത് ഓക്കെ ആയി വന്നോളും. ലീഫൊക്കെ താഴത്തെ കുറച്ച് ലീഫൊക്കെ പൊഴിഞ്ഞു പോയി പിന്നെ അത് ഓക്കെ ആയി വന്നോളൂ കേട്ടോ. അപ്പോൾ അതിനെ അങ്ങനെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഴയും വെയിലും ഒക്കെ കൊണ്ടാലും പ്ലാന്റ്സിന് യാതൊരു കംപ്ലൈൻറ്റും വരിക, നന്നായിട്ട് പൂ കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് നമ്മളിവിടെ പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു യെല്ലോ മൊക്കാരഡാണ്. അപ്പോൾ അതിനകത്ത് കണ്ടോ, ഞാൻ സാധാ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് പോട്ടിലാണ് അത് കരിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സാധാ പോട്ടിലുണ്ട്, അല്ലാതെ മൺചട്ടിയിലുണ്ട്. മൺചട്ടിയിലുള്ളത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് വേണമെങ്കിലും ചെയ്യാം. സാധാ നമ്മുടെ ഓർക്കിഡ് പോട്ട്സ് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോഴേ നമ്മുടെ മീഡിയം കരിയിട്ടിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. കരിയിട്ടിട്ടാണ് പോട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് പിന്നീട് നമ്മൾ സൈഡിൽ നിന്ന് വേരുകൾ ഇറങ്ങി ആ പോട്ടിലേക്ക് മൊത്തം പിടിച്ചു കയറുക ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് അത് വളർന്ന് സൈഡിൽ കൂടെ സ്പൈക്കുകൾ വരും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹാങ് ചെയ്ത് നമ്മുടെ വാൻഡ പോലെ ഹാങ് ചെയ്തിട്ട് വളർത്തുന്നതിനേക്കാളും പോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്ലാന്റ് ഉഷാറായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ്. വെറുതെ ഇട്ടേക്കണേക്കാളും ഫ്ലവർ വരാനൊക്കെ ചാൻസ് കൂടുതൽ അതാണ്. പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക. ഗ്രോത്തിനുള്ളതും പുതിയ റൂട്ട് പൊട്ടി വരാനുള്ള ഫെർട്ടിലൈസർ നമ്മൾ കറക്റ്റായിട്ട് വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ കൊടുക്കണം. എന്നാലേ നമ്മുടെ കെയറിങ് പോലെ ഇരിക്കും പ്ലാന്റ് കയറി വരുന്നത് കേട്ടോ. കുറച്ച് പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഒരു വെറൈറ്റിയുടെ പ്ലാന്റ് സൈസ് ഉണ്ടോ, ഇതാണ് അത് ഏത് വെറൈറ്റി ഞാൻ പ്രത്യേകം പറയില്ല, പിന്നെ അത് ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു പ്ലാന്റ് സൈസ് ഇതാണ്, നീളമുള്ളതാണ്, അടുത്തടുത്ത് ലീഫുള്ളതാണ്. വേറൊരു വെറൈറ്റിയുടെ പ്ലാന്റ് സൈസ് ഇതാണ്. കണ്ടോ, വലിയ പ്ലാന്റാണ്. അതൊരു വെറൈറ്റിയുടെ പ്ലാന്റ് സൈസാണ്. ഇത് വേറൊരു പ്ലാന്റാണ്, നല്ല നീളമുള്ള ലീഫ്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫ് വന്നിട്ട് നീളം കൂടിയ ലീഫാണ്, കട്ടിങ്സാണ്. ഇത്രയാണ് ഉള്ളത് പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മൾ ഒരു കമ്പിലോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഈ ഭാഗം ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. എന്താ പറയുക, കരിയിലോട് ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ സൈഡിൽ നടുക്കായിട്ട് ഒരു പൈപ്പിൻ്റെ സപ്പോർട്ട് കൊടുത്ത് ടൈ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അപ്പുറത്ത് വേണമെങ്കിൽ ഒരു പൈപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു വെറൈറ്റിയും അപ്പുറത്തെ സൈഡിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേര് വരണം തുടങ്ങി ഈ ലീഫ് നോഡുകളുടെ ഇടയിൽ നിന്നായിരിക്കും നമുക്ക് പുതിയ റൂട്ടുകൾ പൊട്ടി വരുന്നത്. അങ്ങനെയാണ് ഇത് പിന്നെ മുകളിലേക്ക് വളർന്നത്, സൈഡിൽ കൂടെ ബ്രാഞ്ചും കാര്യങ്ങളും സ്പൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുണ്ടോ, കലിപ്സോ ജംബോ എന്നുള്ള വെറൈറ്റി പ്ലാന്റ്. ആകെ ഇത്രയേ ഉള്ളൂ, ചെറിയ പ്ലാന്റാണ്. പക്ഷെ അതിൽ നിന്ന് സൈഡിൽ നിന്ന് സ്പൈക്ക് വന്നിരിക്കുന്നതാണോ. ഇതേപോലെയാണ് നമ്മുടെ മൊക്കാരയിൽ ഫ്ലവർ വരിക കേട്ടോ.
ചെറിയ പ്ലാന്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആൾ പൂ വിരിഞ്ഞിട്ടുണ്ട്, ബഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്കിലുള്ള ഓരോരോ വെറൈറ്റീസ് ഇപ്പം മൺചട്ടിയിൽ ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൺചട്ടിയിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ഹാങ് ചെയ്യും. ഇതേപോലത്തെ മൺചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സൈസിലൊക്കെ സെറ്റ് ചെയ്താൽ മതി. സെറ്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും റൂട്ടിനൊരു നനവ് കിട്ടിയിട്ട് വളരാൻ പെട്ടെന്നൊരു ലീഫ് ഉണങ്ങി പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തില്ല. നമ്മൾ പോട്ടിൽ മൺചട്ടിയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ, ക്ലേ പോട്ടിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ, അതാണ് നമ്മുടെ മൊക്കാരയൊക്കെ ആ ക്ലേ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് സ്ക്രീൻഷോട്ടൊന്നും എടുക്കണ്ട, നമ്മൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആവശ്യമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മൊക്കാരയുടെ കോംബോ ഓഫർ പറയാം. ഒരു പ്ലാന്റാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 375 രൂപയാണ് ഈ മൊക്കാര പ്ലാന്റ്സിൻ്റെ റേറ്റ് വരിക. അതേസമയം നിങ്ങൾ 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 350 രൂപ വെച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അതായത് 350 രൂപ വെച്ച് 5 പ്ലാന്റിന് 1750 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത്. കേരളത്തിനകത്ത് ഒരു കൊറിയർ ചാർജ്, കേരളത്തിന് പുറത്ത് കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് സർവീസാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് കറക്റ്റായിട്ട് പറയുക. സ്പീഡ് പോസ്റ്റിന് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൊക്കാരയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.